ഹായ് ഓൾ. ഇപ്പോൾ ഒരു വീഡിയോ, അതായത് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ആയിരുന്നു. അപ്പോൾ വൈകുന്നേരം വിചാരിച്ചു കുക്ക് ചെയ്യാനൊരു മടി. അപ്പോൾ വിചാരിച്ചു ഞങ്ങൾക്ക് ഒരു വിസ്മയം എന്ന് പറഞ്ഞൊരു ഹോട്ടലിലൂടെ ഡെലിവറി ചെയ്യുന്നുണ്ട് ഫുഡൊക്കെ. ജസ്റ്റ് മെസ്സേജ് ഇട്ടാൽ മതി, ഒരു ഫുഡ് ഡെലിവറി ചെയ്യും. അപ്പോൾ ഞാൻ പൊറോട്ടയും വെജ് കടായും ഓർഡർ ചെയ്തായിരുന്നു. ആക്ച്വലി എനിക്ക് കറി വേണ്ടായിരുന്നു, പക്ഷേ പൊറോട്ടയായിട്ട് എങ്ങനെയാണ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് പൊറോട്ട അതിനോട് വെജ് കടായി പറഞ്ഞു. ഇപ്പം നോയമ്പൊക്കെ ആയതുകൊണ്ട് നോൺ വെജ് കഴിക്കണില്ല. ഓൾറെഡി ഞാൻ പനീർ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പൊറോട്ട അതുപോലെ കഴിക്കാമെന്നുള്ള രീതിയിലാണ് ഓർഡർ ചെയ്തത്. പിന്നെ അതിനോട് ഒന്ന് പറഞ്ഞു. അപ്പോൾ അത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ചേട്ടൻ വിളിച്ചപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഞാൻ വിചാരിച്ചു വേസ്റ്റും കൂടെ കളഞ്ഞേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേസ്റ്റൊക്കെ എടുത്ത് റൂമിൽ നിന്ന് ഇറങ്ങി ലിഫ്റ്റിൽ കയറി. സെക്കൻഡ് ഫ്ലോറാണ് കേട്ടോ. സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോർ വന്നിറങ്ങി. ഫസ്റ്റ് ഫ്ലോറല്ല, ഗ്രൗണ്ട് ഫ്ലോർ വന്നിറങ്ങി. അത് കഴിഞ്ഞിട്ട് ആ പഴയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ഓൾഡ് സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്ത് വെച്ചാൽ ഇതുവരെ അത് കൊണ്ടുപോയിട്ടില്ല കേട്ടോ. എപ്പോഴും അവിടെ തന്നെയുണ്ട്. അങ്ങനെ വേസ്റ്റൊക്കെ കളഞ്ഞ് ഇനിവേ താഴോട്ട് വന്നതല്ലേ, അപ്പം ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ പണിയങ്ങ് ചെയ്ത് തീർത്തിട്ട് പോരാം എന്ന് വിചാരിച്ചു. മടിയാണ്, റൂമിന് പുറത്തിറങ്ങാൻ മടിയാണ്. ഓഫുള്ള സമയങ്ങളിൽ മാക്സിമം റൂമിൽ തന്നെ. അതിപ്പം അത് കഴിഞ്ഞിട്ട് പുറത്ത് റോഡിൽ ആൾ വന്ന് വെയിറ്റ് ചെയ്തപ്പോൾ അകത്തേക്ക് കയറ്റി വിടില്ല. അത് ലേഡീസിൻ്റെ ഹോസ്റ്റലല്ലേ, അപ്പോൾ അകത്തേക്ക് കയറ്റി വിടില്ല. അപ്പോൾ പുറത്ത് വന്ന് അവർ വിളിക്കും. അങ്ങനെയാണ് നോർമലി ഇത്. അപ്പം ഞങ്ങൾ അത് വന്നു. അപ്പോൾ ഞങ്ങൾ സെക്യൂരിറ്റി ഓഫീസിലേക്ക് കയറി. ഞങ്ങളുടെ സെക്യൂരിറ്റി ഓഫീസാണ് അത്. അവിടുന്ന് പുറത്തേക്ക് കേട്ടോ. ഞങ്ങളുടെ സെക്യൂരിറ്റി ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. ഈ വണ്ടിയിലാണ് അവർ പേഴ്സണലി കൊണ്ടു തരുന്നത്. അങ്ങനെ കുറേ ആൾക്കാരുടെ ഓർഡേഴ്സ് ഉണ്ട്, അപ്പോൾ അവർ കൊണ്ടു തരും. കാർഡാണേലും ഡയറക്റ്റ് പൈസയാണെങ്കിലും സഹായമാണ്. ഒരു വശത്തൂടെ സഹായമാണ്, ഒരു വശത്തൂടെ ബാഡ് ഹാബിറ്റും കൂടെയാണ്. അതായത് നേരത്തെയൊക്കെ സൗദിയിലൊക്കെ ബുദ്ധിമുട്ടല്ലായിരുന്നു, ഇങ്ങനെ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള സമയങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ എല്ലാം നല്ല ഓപ്പൺ ആയിട്ടുണ്ട്. സൗദി അറേബ്യ ഒത്തിരി വ്യത്യാസമായിട്ടുണ്ട്. കാർഡ് കൊണ്ടുപോയി, കാർഡ് വെച്ച് ഫുഡ് വാങ്ങിച്ചു. അങ്ങനെ തിരിച്ച് നമ്മുടെ മുന്നിലുള്ള റോഡാണ് കേട്ടോ. നിങ്ങളെപ്പോഴും കണ്ടിട്ടുണ്ടോ, വിൻഡോ വ്യൂ ഇവിടെ കാണുന്ന സ്ഥലം തന്നെയാണ്. അങ്ങനെ നമ്മുടെ സെക്യൂരിറ്റി ഓഫീസ് കടന്ന് നമ്മുടെ ക്യാമ്പസിനുള്ളിലേക്ക്. ഇവിടെ 4 ബിൽഡിങ്ങുകളുണ്ട്, 4-5 ബിൽഡിങ്ങുകളുണ്ടോ. അപ്പോൾ അതിൽ മിഡിലുള്ള ബിൽഡിങ്ങിൽ തന്നെയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. അവിടെ നിന്ന് വന്നു, ലിഫ്റ്റ് കയറി, ഞങ്ങളുടെ സെക്കൻഡ് ഫ്ലോർ എത്തി. റൂമിനെ ലക്ഷ്യമാക്കി റൂമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ പിടിച്ചാൽ ഇച്ചിരി ഒരു അപാകതയുണ്ട് കേട്ടോ. ക്യാമറ എല്ലാം ഇവിടെ എൻ്റെ വിരൽ വന്നത് ഒന്ന് ക്ഷമിച്ചൊക്കെ കേട്ടോ. അങ്ങനെ വന്നു, ഡോറ് തുറന്നു. റൂം ഭയങ്കര അലങ്കോലമായിട്ട് കിടക്കും കേട്ടോ. കാരണം നൈറ്റ് ഷിഫ്റ്റ് സ്റ്റാർട്ടാണ്, അപ്പോൾ ഒന്നും നടക്കില്ല. വരുമ്പോൾ എല്ലാ സാധനങ്ങളും അങ്ങനെയാണ് അവിടെ തന്നെ അങ്ങ് വയ്ക്കുക. അതുകൊണ്ട് ഓക്കെ. അപ്പോൾ അങ്ങനെ എനിക്ക് ഫുഡ് കഴിക്കാം, എന്താ വാങ്ങിച്ച് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. ആക്ച്വലി പറഞ്ഞു കേട്ടോ, എനിക്ക് വെജ് കടായി ഇഷ്ടപ്പെട്ടില്ല. ക്യാപ്സിക്കം ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ എനിവേ വാങ്ങിച്ചു. പിന്നെന്താ ചെയ്യുക, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല വെജ് കടായി. കടായി ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. വെജ് കടായി ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. വേറെ കാരണം വെജ് കറിക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. എന്നും പനീർ ബട്ടർ മസാലയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി പനീർ കറി ഞാൻ തന്നെ ഉണ്ടാക്കിയപ്പോൾ അത് കൂട്ടി കഴിക്കാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. പക്ഷേ അവിടുത്തെ പൊറോട്ട നല്ല സോഫ്റ്റ് പൊറോട്ട കേട്ടോ. നല്ല ചൂടുള്ള പൊറോട്ടയാണ് കൊണ്ടിരുന്നത്. ഭയങ്കര അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഉള്ളൊരു വീഡിയോ എടുപ്പാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് പാവപ്പിഴകളൊക്കെ ഉണ്ട്, നിങ്ങളെ ക്ഷമിക്കുക. പിന്നെ അങ്ങനെ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിച്ചു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എനിക്ക് ക്യാപ്സിക്കത്തിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് അങ്ങ് ഇഷ്ടമില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കിഷ്ടമല്ലാഞ്ഞത്. അല്ലാതെ ഫുഡ് അതുവരെയും ക്വാളിറ്റി വൈസ് ഒന്നും ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളെല്ലാവരും ആശ്രയിക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് കഴിക്കണം എന്ന് തോന്നുമ്പം ഓർഡർ ചെയ്തു, ചേട്ടന്മാർ കൊണ്ടുതരും, വാങ്ങിച്ച് കഴിക്കുന്നു, അത്രേ ഉള്ളൂ. ഇതിപ്പം കുറച്ച് പൊറോട്ട വാങ്ങിച്ചു കഴിയുമ്പോൾ നാളെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടിരിക്കും. ഇതിപ്പോൾ രാത്രിയാണ് കേട്ടോ, ഡിന്നർ ഇതാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടിരിക്കും. ചിലപ്പം വേണമെങ്കിൽ നാളെ വൈകുന്നേരം കഴിക്കുക, ഫ്രിഡ്ജ് വയ്ക്കുക, ചൂടാക്കി കഴിക്കുക. അങ്ങനെ ആണ് സാധാരണ ചെയ്യാറുള്ളത്. നല്ല സോഫ്റ്റ് പൊറോട്ടയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും വാങ്ങിച്ചല്ലേ, അപ്പോൾ ഒന്ന് കഴിച്ച് എന്താണെന്നുള്ളതും കൂടെ ഫീഡ്ബാക്ക് കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കഴിച്ചു. കുഴപ്പമില്ല, കൊള്ളായിരുന്നു. അത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ.